நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ பார்த்து കൈയെ വിരിക്கிறாங்க. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി സിനിമയിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ആർക്കും ഒരു സംശയമില്ല. എന്നാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരു കോമഡി സൂപ്പർ സ്റ്റാറിന്റെ റോളാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യത്തിലധികം ചിരിക്കാനുള്ള വക അദ്ദേഹം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, നമ്മളൊക്കെ കാണുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂടെ ചിരിക്കാനുള്ള വക അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ദുരന്ത നിവാരണ ബില്ലുമായി ബന്ധപ്പെട്ട് കനിമൊഴി, അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള MP ആയ കനിമൊഴി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തമിഴ്നാട്ടിന്റെ കാര്യം പറയുന്ന സമയത്ത് കേരളത്തിന്റെ കാര്യം കൂടെ ഈ ഒരു കനിമൊഴി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് ഭരണപക്ഷ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ഒരു ആംഗ്യം കാണിക്കുന്നത്. അപ്പോൾ കനിമൊഴി ഈ സുരേഷ് ഗോപിക്ക് വയറ് നിറച്ച് തിരിച്ച് മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ കനിമൊഴിയുടെ പ്രസംഗത്തിന്റെ ചെറിയൊരു പാർട്ട് ഒന്ന് കേട്ടിട്ട് മടങ്ങി വരാം. Control population at a very big disadvantage. You're giving 30% weightage for the funds to be released to us. It puts us at a disadvantage. It is like you're punishing us for making sure that our population is under control. இது நல்லா படிச்சு நல்ல மார்க் வாங்குற பிள்ளைய கொண்டு போய் கிளாஸை விட்டு வெளியில நீ இல்லை அப்படின்னு சொல்ற மாதிரி ஒரு நிலைமையை தான் இங்க நாங்க பார்த்துட்டு இருப்போம். தொடர்ந்து எல்லா விதங்களிலுமே தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே, மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே, நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம், வஞ்சிக்கப்படுகிறோம். கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ பார்த்து കൈയെ വിരിക്கிறாங்க. കനിമൊഴിയുടെ ഈ ഒരു പ്രസംഗത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വളരെ ഫലപ്രദമായി പ്രവർത്തിച്ച രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും. അപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട പ്രത്യേക ഫണ്ടുകളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് കനിമൊഴി ഈ ഒരു പ്രസംഗത്തിൽ പറയുന്നത്. എന്നാൽ BJP ഭരിക്കുന്ന മറ്റ് ജനസംഖ്യ കൂടിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ BJP വലിയ രീതിയിൽ വലിയ ഫണ്ടുകൾ നൽകുന്നു എന്നാണ് കനിമൊഴി ആരോപിക്കുന്നത്. ആ സമയത്താണ് ഈ തമിഴ്നാടിന്റെ കാര്യം പ്രത്യേകമായിട്ട് കനിമൊഴി ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയുന്നത്. അതായത് നന്നായി പഠിക്കുന്ന ഒരു സ്കൂൾ കുട്ടിയെ ഇങ്ങനെ ക്ലാസിന്റെ ഉള്ളിൽ ഇരുത്താതെ വെളിയിൽ നിർത്തുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ തമിഴ്നാടിനോട് എടുക്കുന്നത് എന്ന് ഈ പ്രസംഗത്തിൽ ഈ കനിമൊഴി പറയുകയാണ്. അപ്പോഴാണ് ബാക്കിലിരിക്കുന്ന ആരോ കേരളത്തിന്റെ കാര്യം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ കനിമൊഴി കേരളത്തിന്റെ കാര്യം കൂടെ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഭരണപക്ഷ ബെഞ്ചിലിരുന്നുകൊണ്ട് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള ഒരു ആക്ട് കാണിക്കുകയും അതിന് കൃത്യമായ മറുപടി വയറു നിറച്ച് ഈ കനിമൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. ഈ സുരേഷ് ഗോപി വന്ന് വലിയൊരു കോമഡി പീസായി മാറി എന്ന് ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ഇദ്ദേഹം തൃശ്ശൂരിലെ MP ആയി നിന്ന് ജയിച്ച ആ സമയത്ത് ഈ പത്രമാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: ഞാൻ കേരളത്തിന്റെ മാത്രം MP അല്ല, ഞാൻ അങ്ങ് തമിഴ്നാട്ടിന്റെയും കൂടെ MP ആണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേരളത്തിലെ കാര്യം നോക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അങ്ങ് തമിഴ്നാട്ടിലെ കാര്യം കൂടെ നോക്കുമെന്ന് ഇദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മലയാളത്തിലെ ഈ പത്രമാധ്യമങ്ങളടുത്തും മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിൽ ചെന്ന് അവിടുത്തെ മാധ്യമങ്ങളോടും ഇത് തന്നെ ഈ ഒരു ഡയലോഗ് തന്നെ ഇദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഡയലോഗ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ஆனா நான் அவங்க கிட்ட எலெக்ஷனுக்கு முன்னே, போலிங்க்கு முன்னே சொன்னேன், நான் வந்து தமிழ்நாட்டுக்கும் MP-யா എഫക്റ്റീവാ ഇരുപ്പേன்னு சொன்னேன். ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? അതായത് കനിമൊഴി തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോക്സഭയിൽ സംസാരിച്ചത്. അപ്പോൾ ആരോ ബാക്കിൽ ഇരുന്നുകൊണ്ട് കേരളത്തിന്റെ കാര്യം പറഞ്ഞ സമയത്ത് അയൽ സംസ്ഥാനമായതുകൊണ്ട് ഈ കേരളത്തിന്റെ കാര്യം കൂടെ കനിമൊഴി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് ഭരണപക്ഷ ബെഞ്ചിലിരുന്നുകൊണ്ട് സുരേഷ് ഗോപി ഇത്തരത്തില് പരിഹാസപൂർണ്ണമായിട്ടുള്ള ഒരു ആംഗ്യം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഈ തമിഴ്നാട്ടിൽ ചെന്ന് പത്രമാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ കേരളത്തിന്റെ കാര്യം മാത്രം നോക്കുന്ന MP അല്ല, ഞാൻ തമിഴ്നാട്ടിലെ കാര്യം കൂടെ നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞ ഒരാളാണ്. അപ്പോഴാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു MP, അതായത് വർഷങ്ങളായിട്ട് കനിമൊഴിയൊക്കെ ഇങ്ങനെ ലോക്സഭയിൽ MP ആയിരിക്കുന്ന ആളാണ്, സുരേഷ് ഗോപിക്കായും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു MP ആണ്. അപ്പോൾ ആ MP തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് ഇത്തരത്തില് പരിഹാസപൂർണമായിട്ടുള്ള ഒരു ആംഗ്യം കാണിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ പൊതുസമൂഹം മുഴുവനും കാണുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി.
കനിമൊഴി ഇതിന് കൃത്യമായ രീതിയിൽ സുരേഷ് ഗോപിക്ക് മറുപടി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇനിയും ഇതുപോലെ കേരളത്തിലുള്ള ജനങ്ങൾക്കും മറ്റ് അയൽ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾക്കും ചിരിക്കാൻ പറ്റുന്ന വകകളൊക്കെ സുരേഷ് ഗോപി ഇങ്ങനെ നിരന്തരം ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചതിന് ശേഷം പല പല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള അപാകതകളാണ് ഉണ്ടാവുന്നത്. അത് BJP തന്നെയുള്ള ആളുകൾ തന്നെ പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല.